ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കണു, പ്രതീക്ഷിക്കണു. ബത്ലഹേം കുടുംബ യൂണിറ്റ് സിനിമ കണ്ടു. സിനിമ കഴിഞ്ഞിട്ട് നേരെ കാറ് കയറി. കാറിലുള്ള ഇരിപ്പ് ഒരു ചെറു പുഞ്ചിരിയോടുകൂടിയായിരുന്നു. കാരണം ഹാങ് ഓവർ. സീരിയസ്ലി മാൻ, ഭയങ്കര സന്തോഷം, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ഞാനതിപ്പോൾ വീട്ടിൽ കയറി വന്നേ ഉള്ളൂ. ഇപ്പോൾ ആലോചിക്കുന്നത് ഒന്നും കൂടിയും 2 ദിവസം കഴിഞ്ഞിട്ടല്ല, ഒന്നും കൂടിയും ഇന്ന് തന്നെ ഈ സിനിമ പോയി കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കാണും. കാരണം മതിയായില്ല. ചില സിനിമകളുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ടല്ലോ, ലൈക്ക് സിനിമ കഴിയണ്ടായിരുന്നു. നമ്മളങ്ങനെ അത്രയും ഇൻവോൾവായി രസിച്ച് സുഖിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് തീരുമ്പോൾ ഒരു സങ്കടമാണ്. കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അങ്ങ് എടുത്ത് വെക്ക് എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലുള്ളൊരു പരിപാടി. പ്രേമലുവിൻ്റെ കേസിലൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയത്. നമ്മളിങ്ങനെ ആഘോഷിക്കുകയല്ലേ, തിയേറ്ററിൽ നിന്ന് രസിക്കുകയല്ലേ, സുഖമായി ഇങ്ങനെ ഇരിക്കുകയല്ലേ, എൻജോയ് ചെയ്യല്ലേ നമ്മൾ. ഇതുകൊണ്ട് തീർക്കുന്ന സമയത്ത് വല്ലാത്ത സങ്കടമായി. ഇപ്പോൾ ഈ സിനിമയുടെ കേസിലാണെന്നുണ്ടെങ്കിലൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയത്. കാരണം അങ്ങനെ എൻഗേജിങ് ആയി, അത്രയും ഇൻവോൾവ് ആയിട്ട് ഇരുന്ന് കാണുകയല്ലേ. ഒന്നുകൂടിയും പോയിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഒന്നായിരിക്കില്ല, അതിൽ കൂടുതൽ കാണാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മനസ്സൊക്കെ അങ്ങോട്ട് നിറഞ്ഞ് ഒഴുകുന്നൊരു ഫീല്. എക്സാജറേറ്റ് ചെയ്ത് പറയുന്നില്ല, റിയൽ ഫീലിംഗ് ആണ് പറയുന്നത്. റിയൽ ജെന്യുവിൻ ഫീലിംഗ് ആണ് പറയുന്നത്. ഗംഭീര സിനിമ. ഓണം ആര് തൂക്കി? ആ ഓണം നിവിൻ തൂക്കി, മമിത തൂക്കി, ഗിരീഷ് ഏടി തൂക്കി. ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും, അഭിനേതാക്കളായിക്കോട്ടെ എല്ലാവരും, ബത്ലഹേം കുടുംബ യൂണിറ്റ് തൂക്കി എന്നാണ് എനിക്ക് വളരെ സിമ്പിളായിട്ട് പറയാനുള്ളത്. നിവിൻ പോളി എനിക്ക് വലിയ അനുഭവമൊന്നുമില്ല. കാരണം ഉറപ്പായിരുന്നു നിവിനാണ് തൂക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. ബിക്കോസ് നിവിൻ്റെ സോണിലുള്ള പടമായിട്ടാണ് നിവിൻ വരണത്. മാത്രമല്ല ഗിരീഷ് ഏടി നമുക്കറിയാം, പണി അറിയാലോ. കഴിഞ്ഞ സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളല്ലേ, പണി അറിയാം. ഏജ് ഒന്നും ഒരു പ്രശ്നമില്ല. ഗിരീഷ് ഏടി ചെയ്യുന്ന സിനിമകളുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏത് പ്രായക്കാർക്കും തിയേറ്ററിലേക്ക് പോവാം, എൻജോയ് ചെയ്യും. ബിക്കോസ് അതെങ്ങനെ സംഭവിക്കണമെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. ഗിരീഷ് ഏടിക്ക് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ അറിയാം. ഗിരീഷ് ഏടിക്ക് ആളുകളെ എങ്ങനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം, എങ്ങനെ കൂടെ സഞ്ചരിപ്പിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അത് അയാളുടെ സിനിമകളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഈ സിനിമയിലാണെന്നുണ്ടെങ്കിലും സെയിമാണ്. എന്ത് രസമാണ്, എന്തൊരു വൈബ് സിനിമയാണ്, എന്ത് രസമാണ് ഇങ്ങനെ കണ്ടിരിക്കാൻ. ഗിരീഷ് ഏടി നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു കെട്ടുപിടിക്കാനാവുന്നത്. കാരണം നമ്മൾ പൈസയൊക്കെ ചിലവാക്കിയിട്ട് കുറച്ച് സമയമൊക്കെ മാറ്റി വെച്ചിട്ട് തിയേറ്ററിലേക്ക് പോണ സമയത്ത് നമുക്കൊരു ആവറേജ് സാധനമൊന്നുമല്ലല്ലോ തരുന്നേ. അല്ലെങ്കിൽ ഒരു നല്ല സാധനമല്ലല്ലോ തരുന്നത്. നമ്മളെ മനസ്സ് നിറച്ച് അല്ലേ വിടുന്നേ. ഓണമാണ്, എല്ലാം നല്ല സദ്യ, നല്ല ചോറും സാമ്പാറും പപ്പടവും ഉപ്പേരികളും പാലടപ്രഥമനും ഒക്കെ ആയിട്ട് തൃപ്തിപ്പെടുത്തിയിട്ടാണ്. അതായത് 100 റുപ്യാണ് ഒരു സദ്യക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 200 റുപ്യയുടെ ഉറപ്പായിട്ടുള്ള സദ്യ കിട്ടിയ ഫീലാണ് പേഴ്സണലി എനിക്ക് ഈ പടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തോന്നിയത്. നല്ലൊരു സിനിമ. ഇനി ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മമിത ബൈജു ഇതിൻ്റെ ഒരു സാഹചര്യത്തിൽ വീടൊക്കെ മാറിയിട്ട് വരികയാണ്. അപ്പോൾ മമിതയ്ക്ക് ഒക്കെ ഭയങ്കര സങ്കടം. നമുക്കത് മനസ്സിലാവും. നമുക്ക് ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. എനിക്ക് വീട് മാറുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ. കാരണം നമുക്ക് കുറേ കാര്യങ്ങളുണ്ടാവും ആ ചുറ്റുവട്ടത്തെ, നമ്മുടെ ഫ്രണ്ട്സ്, അങ്ങനെ ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വീടുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, എവരിത്തിങ്, എല്ലാ രീതിയിലും നമ്മൾ മാറുന്ന സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വിഷമവും പരിപാടികളും മൊത്തത്തിൽ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വേറെ സ്ഥലത്തേക്കൊക്കെ പോകുന്നു. അപ്പോൾ നമുക്കും ആ സാധനം അങ്ങ് കിട്ടും. അപ്പോൾ ഇവർ മാറി നിൽക്കുന്ന സ്ഥലത്താണ് ഈ പറഞ്ഞ നമ്മുടെ നിവിൻ പോളിയും പിന്നെ അവിടുത്തെ കുറേ ടീമുകളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം വരികയാണ്. മമിതയുടെ ആണെന്നുണ്ടെങ്കിലും അങ്ങോട്ട് മാറിയതിന് ശേഷം മമിതയെ സന്തോഷത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. അവിടെ അങ്ങ് സെറ്റ് ആവുകയാണ്. അത് മൊത്തത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്. തുടക്കം തൊട്ട് നമുക്ക് ആ ഒരു മൂഡ് എങ്ങനെയാണോ പ്രസൻറ്റ് ചെയ്യുന്നത്, ആ മൂഡ് നമുക്ക് കിട്ടും. ആ മൂഡ് എങ്ങനെയാണോ പിന്നെ മാറുന്നത്, അത് നമുക്ക് മാറും.
അത് ആ ഒരു എഴുത്തിൻ്റെയും എടുത്തു വെക്കുന്നതിൻ്റെയും ഒക്കെ ഉള്ളൊരു ഗുണമാണ് അത്. അതാണ് പറഞ്ഞത്, ഗിരീഷ് ഏടിക്ക് പണി അറിയാന്നുള്ളൊരു സംഗതി പറയുന്നത് അതാണ്. നമുക്ക് കിട്ടും, നമ്മൾ കണക്റ്റ് ആവും, അത് നമ്മൾ അത്രയും ഇമോഷണലി ഇൻവോൾവ് ആവും. ഈ എന്താണ് പറയുക, ഒരു മാറി വരുന്ന സ്ഥലം എന്ന് പറയുന്ന എന്ത് വൈബ, നിവിൻ പോളി, അതേപോലെ റോഷൻ ഷാനവാസ്, നമ്മുടെ സുരേഷ് കൃഷ്ണ, ശ്രിൻഡ, അതേപോലെ കുറേ ടീമുകളൊക്കെ ഉണ്ട് അവിടെ. ഇവർ മൊത്തത്തിലൊരു യൂണിറ്റിയോടുകൂടി, അല്ലെങ്കിൽ അവർ വളരെ ജാളിയായി സന്തോഷത്തിൽ, സംഗീത് പ്രതാപ് നമ്മുടെ നിവിൻ്റെ ബ്രദറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ വളരെ യൂണിറ്റിയോടുകൂടി സന്തോഷമായിട്ട് ചില്ലായിട്ട്, നമുക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ, ഉള്ളൊരു പോസിറ്റീവ് വൈബ്. അവരങ്ങനെ ചില്ല് ചെയ്ത് അഗ്ഗൊക്കെ അടിച്ച് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് നമുക്കും കിട്ടും. അതാണ്, അങ്ങനെ കുറേ ചിരിക്കാനുള്ള സാധനങ്ങൾ വേറെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ എന്താണ് മമിതയ്ക്ക് നിവിൻ പോളിയോട് പ്രേമം തോന്നുകയാണ്. ഒരു അത്ഭുതം പറയാനില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നിവിൻ ഒന്നാമത് ക്യൂട്ടാണ്, നമുക്കറിയാമല്ലോ നിവിൻ ക്യൂട്ടാണ്. നിവിൻ്റെ ഒരു സോൺ സാധനം ആയതുകൊണ്ട് അത് ഒരു ക്യാരക്ടർ അങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ അകത്ത് ആ ഒരു നിവിൻ്റെ ക്യാരക്ടറാണെന്നുണ്ടെങ്കിലും എല്ലാവരുമായിട്ടും സിങ്ക് ആവുന്ന, വളരെ ജോളിയായിട്ട് നടക്കുന്ന, വളരെ ചാമിങ്ങായി അങ്ങനെ സന്തോഷത്തോടെ നടക്കുന്ന ഒരു അങ്ങനെ ഒരു ക്യാരക്ടർ. അത് കണ്ടു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു ക്രഷും പരിപാടിയൊക്കെ അടിക്കും. ഇത് തമ്മിൽ ഏജ് വ്യത്യാസമൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നൊരു വിഷയമേ അല്ല. അതാണ് ഞാൻ പറഞ്ഞ പ്രേമം എന്ന് പറയുന്ന സംഗതി നമുക്ക് കിട്ടും. അത് അങ്ങനെയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നതും, അങ്ങനെയാണ് ഈ ക്യാരക്ടേഴ്സിനെ അവിടെ പ്രസൻറ്റ് ചെയ്ത് വെച്ചേക്കുകയൊക്കെ ചെയ്യുന്നത്. അത് നിവിനാണെന്നുണ്ടെങ്കിലും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഗംഭീരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആളുടെ സോണാണ്, തൊട മുടിയാതെ നിവിൻ്റെ സോണാണ്. നിവിൻ അത് തൂക്കിയിട്ടുണ്ട്. മാമിതയാണെന്നുണ്ടെങ്കിലും അടിപൊളി, നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സുരേഷ് കൃഷ്ണ എന്ത് വൈബടോ ഈ ചങ്ങാതിയൊക്കെ. റോഷൻ ഷാനവാസിൻ്റെ കോളേജിലൊക്കെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഈ എന്താ മമിതയെ പോയി സൈറ്റ് അടിക്കുന്ന സീനൊക്കെ ഉണ്ട്. മമിത സ്റ്റേജിൽ പെർഫോം ചെയ്യണ സമയത്ത് അതൊക്കെ നല്ല നൈസ് സീനാണ്. അതിന് മുമ്പുള്ള ഒരു സീനിലാണ് മറ്റേ ഈ സംഗീത് പറഞ്ഞു കൊടുക്കും, എങ്ങനെയാണ് സെറ്റാക്കേണ്ടതെന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കും. ഇത് കേട്ടിട്ട് ഈ പറഞ്ഞ റോഷൻ ഷാനവാസ് പോയിട്ട് അത് ഓരോ പരിപാടികളൊക്കെ ചെയ്യും. പുള്ളി എന്താ ഓൾ ദ ബെസ്റ്റോ എന്താ അങ്ങനെ എന്തോ ഒരു സംഗതി പറഞ്ഞ് മുമ്പ് ഇങ്ങനെ ഓടിക്കഴിഞ്ഞിട്ട് അവിടുത്തെ ഗ്രൂപ്പിനൊക്കെ തള്ളി മറിച്ചിട്ട് ഇടുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അത് കുറേ സാധനങ്ങളുണ്ടെന്നേ. ഇത് പറഞ്ഞു വരാണെങ്കിൽ കുറേ മൊമെന്റ്സ് ഇതിൻ്റെ അകത്ത് അങ്ങനെ ചിരിക്കാനും പരിപാടിയൊക്കെ ഉണ്ട്. മൂപ്പരുടെ വരെ വക അങ്ങനെ. പിന്നെ അതിൽ ശ്യാമോഹൻ വരുന്ന സീന്, ശ്യാമോഹനൊക്കെ കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ലാസ്റ്റത്തൊക്കെ കുറേ സീൻസൊക്കെ ഉണ്ട്. മൂപ്പർക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ. മൂപ്പരും അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും സംഗീതം എനിക്കിതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സീൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇമോഷണൽ സിറ്റുവേഷനിൽ ഇവർ ബ്രദേഴ്സാണല്ലോ നിവിനും, ഇവർ തമ്മിൽ കാറിൻ്റെ അകത്ത് ഒരു കോൺവെർസേഷൻ ഉണ്ട്. നിവിൻ്റെ ഒരു സങ്കടമായ സാഹചര്യത്തിൽ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഒരു ബ്രദർലി സാധനം ഇവർ തമ്മിൽ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കരമായിട്ട് വർക്കായി. അത് ഞാൻ പറഞ്ഞത് ഇമോഷൻ ഭയങ്കരമായിട്ട് നമുക്ക് കണക്ട് ആവും ഇതിൻ്റെ അകത്ത് എല്ലാ രീതിയിലും. പിന്നെ സംഗീതത്തിന് ഒരു എന്താ പറയുക കാമുകിയുണ്ട്. അവരുടെ ഒരു സൈഡിൽ കൂടെ ഒരു പരിപാടികൾ പോകുന്നുണ്ട്. അതുമൊക്കെ നല്ല രസമായിരുന്നു, അതുമൊക്കെ ഫണ്ണാണ്. അതിൻ്റെ പേരിൽ ഈ ചങ്ങാതി അടി വാങ്ങുക, സംഗീതം അതിൽ നിവിൻ ഇടപെടേണ്ട സാഹചര്യങ്ങളുണ്ടാവും. അതൊക്കെ നല്ല രസമായിട്ടാണ്, ഫണ്ണായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് മറ്റേ റീൽസിലൊക്കെ ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ ഞാൻ സ്ഥിരം കാണുന്ന ആളാണ്. ആളുടെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അവനും ഇതിൻ്റെ അകത്തൊരു റോൾ ആക്ച്വലി ചെയ്തിട്ടുണ്ട്. ആ ചെറിയൊരു പരിപാടിയാണ് കോളേജിൻ്റെ അകത്തുള്ളത്. അവനും നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഇതാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഒരു ഗംഭീര സിനിമ. ഇന്നലെ ഖലീഫ കണ്ട് എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അപ്പോൾ ഓണത്തിൻ്റെ തുടക്കം ഒരു ആവറേജ് ആണല്ലോ കിട്ടിയത് എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. ബത്ലഹേമിലേക്ക് വന്ന സമയത്ത് ആ സങ്കടം അങ്ങോട്ട് മാറി. അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടി, അത്രയും സന്തോഷമായി, മനസ്സ് നിറച്ചൊരു ഫീല്. തൂക്കി ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. നിവിൻ തൂക്കി. ഓണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ തൂക്കിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം 3 റിലീസ് ചെയ്യാനിരുന്നത്. ഏത്? ഖലീഫ, ബത്ലഹേം കുടുംബ യൂണിറ്റ്, പിന്നെ ഡ്യൂക്കിൻ്റെ പടം. ഞാൻ പറയുകയാണെങ്കിൽ ഖലീഫയാണെങ്കിലും നന്നായി ഓടട്ടെ, ഡ്യൂക്കിൻ്റെ ഇറങ്ങിയിരുന്നെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഓടട്ടെ. നല്ലതാണെങ്കിൽ ആൾ കയറുന്നുള്ളത് വേറെ വിഷയം, അതും തൂക്കും. പക്ഷേ നിവിൻ്റെ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന സിനിമ ഒന്നാമത് അത് വേറെ സോണിൽ വരുന്നൊരു സിനിമയാണ്. ഈ ഫാമിലി ഓഡിയൻസിന് അട്രാക്ഷൻ കൂടുതലുള്ളൊരു സിനിമയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. അപ്പോൾ അത് പോസിറ്റീവ് വരുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഗിരീഷ് ഏടി ആയതുകൊണ്ടും നിവിൻ്റെ സോൺ ആയതുകൊണ്ടും ഒക്കെ.
അപ്പോൾ ഒബ്വിയസ്ലി വലിയ അത്ഭുതമൊന്നുമില്ല, ഇത് തന്നെയാണ് പോകാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നില്ല. ആ സംശയം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അതിൽ കറക്റ്റായി. നിവിൻ തന്നെയാണ് തൂക്കിയത്. ബത്ലഹേം കുടുംബ യൂണിറ്റ് കാലക്കി പറഞ്ഞിട്ട് മതിയാവുന്നില്ല. കാലക്കി നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. എല്ലാവരുമായിട്ട് പോയിക്കോ, ഫാമിലിയായിട്ട് പോയി കണ്ട് രസിച്ച് വരിക. ഏത് വീട്ടിൽ വയസ്സായിട്ടൊക്കെ ഇരിക്കുന്ന അമ്മമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൊണ്ടോ വീൽ ചെയറിലൊക്കെ ഇരുത്തിയിട്ട് അവരും ജാളിയാകട്ടെ. തുടരുമൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ? വയസ്സായ ആൾക്കാരും എല്ലാ പ്രായക്കാരും പോയി കണ്ടിട്ട് വരുന്നൊരു സാഹചര്യമായിരുന്നു. ഇതും എനിക്ക് അതാ പറയാനുള്ളത്. എല്ലാവരും വണ്ടിയും വിളിച്ചിട്ട് അങ്ങോട്ട് പോവുക, എല്ലാവരും ആസ്വദിക്കട്ടെ, എല്ലാവരും എൻജോയ് ചെയ്യും. മടുപ്പ് തോന്നാത്തൊരു ഒരു ഒരു സിനിമ. ഇപ്പോൾ ഗിരീഷ് ഏട്ടൻ്റെ കയ്യിൽ ഒരു ക്ലീശയായിട്ടുള്ള അല്ലെങ്കിൽ പുതുമയില്ലാത്തൊരു സംഗതി കിട്ടിയാലും ഇപ്പം അയാൾ എഴുതിയാലും അയാൾക്ക് അറിയാം ഇത് എങ്ങനെ പ്ലേസ് ചെയ്യണം, എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം, പ്രേക്ഷകരെ എങ്ങനെ കണക്ട് ചെയ്യണം, എങ്ങനെ പ്രേക്ഷകരെ ഇമോഷണലി ഇന്നാക്കണം എന്ന് ഇയാൾക്കറിയാം. ഗിരീഷ് ഏടി ഇതേ സോണിലുള്ള സാധനങ്ങളുമായിട്ട് മുമ്പോട്ട് ഗിരീഷ് ഏടി പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇനിയും ഇഷ്ടപ്പെടുന്നു. കാരണം ഗിരീഷ് ഏട്ടർ സിനിമകൾ കാണാൻ വേണ്ടി പോകുമ്പോൾ ഒരു സിനിമ കാണാൻ പോകുന്നു എന്നുള്ള ഫീലല്ല കിട്ടുന്നത്, ഒരു കുടുംബത്തിലേക്ക് പോകുന്നു എന്നുള്ള ഫീലാണ് കിട്ടുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, സീരിയസ്ലി. ഇപ്പോൾ ഞാൻ ഇന്ന് ഈ സിനിമ കാണാൻ വേണ്ടി പോയപ്പോഴാണെങ്കിൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ചാടിത്തുള്ളി വല്ല കുടുംബ വീട്ടിൽ പോണ പോലെയാണ് ഞാൻ പോയത്. ബിക്കോസ് നമ്മൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പോവുക, ചിരിക്കാൻ വേണ്ടി പോവുകയാണ്, നമ്മൾ സുഖിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ സുഖിച്ചിരുന്ന് കണ്ടൊരു സിനിമ. ദാറ്റ്സ് ഇറ്റ്.